ഹലോ ഗായ്സ്, ഏവർക്കും എം എസ് വേർഡിൻ്റെ പുതിയൊരു പാഠഭാഗത്തേക്ക് സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഇമെയിൽ നമുക്ക് എളുപ്പത്തിൽ അയക്കാമെന്നാണ്. അതിനായി നമുക്ക് വെബ് ബ്രൗസറായ മോസില്ല വെബ് ബ്രൗസർ എടുക്കുക. വെബ് ബ്രൗസർ എടുക്കുമ്പോൾ അതിലൊരു ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സെർച്ച് എഞ്ചിൻ കാണാവുന്നതാണ്. അതിൽ ജിമെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജിമെയിൽ വരുന്നത് കാണാവുന്നതാണ്. അതിൽ യൂസ് അനദർ അക്കൗണ്ട്, അതിൽ എൻ്റെ അക്കൗണ്ട് വഴി കയറുന്നതാണ് കാണാൻ പോകുന്നത്. gmail.com. അതുപോലെ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ എങ്ങനെ ഒരു ഇമെയിൽ അയക്കാം, ഇങ്ങനെ ഒരു ജിമെയിൽ വഴി ഇമെയിൽ അയക്കാം എന്നാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനായി കമ്പോസ് അമർത്തുക. അതിൽ ആർക്കാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് അയാളുടെ പേര്, അയാളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. എനിക്ക് എൻ്റെ ഇമെയിൽ തന്നെയാണ് എനിക്ക് അയക്കേണ്ടത്. അതിന് എൻ്റെ ഇമെയിൽ തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. എന്താണ് സബ്ജക്റ്റ്, അതാണ് അയക്കേണ്ടത്. സബ്ജക്റ്റിൽ എന്താണ് സബ്ജക്റ്റ്? ലീവ് ലെറ്റർ. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എന്താണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് അമർത്തിയാൽ ഇമെയിൽ പോകുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ഇമെയിൽ വന്നത് കാണാം. എനിക്ക് തന്നെ അയച്ച ഇമെയിൽ ആയതുകൊണ്ടാണ് മീ എന്ന് വന്നത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലീവ് ലെറ്റർ എന്ന് ഫസ്റ്റ് കാണാം. ഓക്കെ, ഇനി ഒരു ഫയൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണം. ഒരു ഇമെയിലിനോടൊപ്പം ഒരു ഫയൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം. അതായത് ഒരു ഇമേജ്, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു റെസ്യൂം, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. അതിനായി നമുക്ക് ലീവ് ലെറ്റർ എടുത്ത് അതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ഫയൽ, ഇവിടെ കാണുന്ന അറ്റാച്ച് ഫയൽ എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഇമേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നത് കാണാം, എൻ്റെ ഫോട്ടോ ഇവിടെ വന്നത് കാണാം. അത് കഴിഞ്ഞ് സെൻഡ് അമർത്തിയാൽ എൻ്റെ ഇമെയിലേക്ക് അത് പോകുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നത് തന്നെ കാണാം. ഓക്കെ, എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. കമ്പോസ് ഞെക്കിയതിന് ശേഷം, ജിമെയിലിലേക്ക് കമ്പോസ് ഞെക്കിയതിന് ശേഷം, ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്ജക്റ്റ് ലീവ് ലെറ്റർ, എന്താണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് വേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം സർ, ലീവ് ലെറ്ററിന്റെ ഉള്ളടക്കം ടൈപ്പ് ചെയ്യുക.
അതിനുശേഷം അറ്റാച്ച് ഫയൽ ഏത് ഫയലാണോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്യൂമാണ് അല്ലെങ്കിൽ ഒരു ബയോഡാറ്റയാണ് നിങ്ങൾക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്കിൽ ബയോഡാറ്റയും കൊടുക്കാവുന്നതാണ്. കൺട്രോൾ അടിച്ച് ഈ 2 ഫയൽ ഇവിടെ വരുന്നതാണ്. സെൻഡ് അമർത്തിയാൽ എൻ്റെ ആരുടെ ഇമെയിലേക്കാണോ പോകേണ്ടത് അവരുടെ ഇമെയിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇമെയിലേക്കാണ് ഞാൻ അയച്ചത്. അതുകൊണ്ട് എൻ്റെ ഇമെയിൽ തന്നെ രണ്ടും വന്ന് കാണാം. ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.